അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് പരീക്ഷ 2024 ഒക്ടോബർ 30. ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ സ്മാർട്ട് പ്രിപ്പയർ ചെയ്യുന്നതിനായി ടെക്നിക്കൽ പരീക്ഷാ രംഗത്തെ സക്സസ്ഫുൾ ട്രാക്ക് റെക്കോർഡുള്ള ടെക് PSC അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. മുൻ വർഷങ്ങളിലെ വിജയികളെ സമ്മാനിച്ച കേരളത്തിലെ ഏറ്റവും മികച്ചതും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന ക്ലാസുകൾ, ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും എക്സാം തീയതി വരെയും നിങ്ങൾക്ക് ലഭ്യമാകും. സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് അതർ സ്റ്റഡി മെറ്റീരിയൽസ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം മോക്ക് ടെസ്റ്റുകൾ വിത്ത് ഫീഡ്ബാക്ക്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 100K സ്പെഷ്യൽ ഓഫറായ 20% ഡിസ്കൗണ്ട് ഉൾപ്പെടെ വെറും 3999 എന്ന നിസ്സാരമായ പ്രൈസിൽ. ഈ വീഡിയോയിൽ നമ്മൾ അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ അപ്ഡേറ്റഡ് സിലബസിൽ വരുന്ന പൊല്യൂഷൻ, കെമിസ്ട്രിയിൽ വരുന്ന പൊല്യൂഷൻ എന്ന ടോപ്പിക്കിലെ വാട്ടർ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ് എന്നുള്ളൊരു പേര് ഈ ഒരു പോർഷനിലാണ്, ബയോളജിക്കൽ ട്രീറ്റ്മെന്റിലാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇപ്പം നമ്മൾ പറഞ്ഞു, നമ്മൾ ബാക്ടീരിയ പോലുള്ള ഓർഗാനിസംസിനെ യൂസ് ചെയ്തിട്ടാണ് ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അത് നമ്മൾ ഈ ഓർഗാനിക് മാറ്ററിനെ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസിനെ യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ട്രീറ്റ്മെന്റ്. ഈ പേര് ഓർത്തോണം, ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ട്രീറ്റ്മെന്റ് നമുക്ക് വരുന്നത് ബയോളജിക്കൽ ട്രീറ്റ്മെന്റിലാണ്. അപ്പോൾ ഇതിങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമ്മൾ പ്രൈമറി ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ വെള്ളം നമ്മൾ ഒരു എയറേഷൻ ടാങ്കിലേക്ക് കടത്തിവിടും. ഇപ്പോൾ ഈ എയറേഷൻ ടാങ്കിൽ എന്തോ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ എയർ പാസ് ചെയ്യിപ്പിക്കും ഈ വെള്ളത്തിൽ കൂടെ. ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, അക്വേറിയത്തിലൊക്കെ നമ്മൾ ഫിഷസിന് ഓക്സിജൻ സപ്ലൈ ചെയ്യാനായിട്ട് എയർ ഇങ്ങനെ ബബിൾ ചെയ്ത് പാസ് ചെയ്യിപ്പിക്കുന്നത്. അപ്പം അതേപോലെ ഈ വേസ്റ്റ് വാട്ടർ ടാങ്കിൽ, എയറേഷൻ ടാങ്കിൽ നമ്മൾ എയർ പാസ് ചെയ്യിപ്പിക്കും. എയർ പാസ് ചെയ്യിപ്പിക്കും. അതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എയറിയോബിക് ബാക്ടീരിയയെ ഒന്നുകൂടെ ഒന്ന് അതിൻ്റെ ഡീകമ്പോസിഷൻ എബിലിറ്റി ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എയറിയോബിക് ബാക്ടീരിയയുടെ ഗ്രോത്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ബാക്ടീരിയ ഗ്രോ ചെയ്യും, ഈ വേസ്റ്റ് വാട്ടറിലുള്ള ഓർഗാനിക് മാറ്ററിനെല്ലാം ഡീകമ്പോസും ചെയ്യും. എന്നിട്ട് ഈ ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ് നമ്മൾ അതിനെ ഒരു സെക്കൻഡറി ക്ലാരിഫയറിലേക്ക് നമ്മൾ മാറ്റുന്നു. ഈ സെക്കൻഡറി ക്ലാരിഫയർ എന്ന് വെച്ചാൽ ഒരു സെഡിമെന്റേഷൻ ടാങ്ക് ആണ്. അപ്പം അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഈ സ്ലഡ്ജ് ഡീകമ്പോസിഷൻ എല്ലാം കഴിഞ്ഞ് സ്ലഡ്ജ് വേസ്റ്റ് സോളിഡ് മാറ്റർ താഴേക്ക് സെറ്റിൽ ആകുന്നു. തെളിഞ്ഞ വെള്ളത്തിനെ നമ്മൾ അടുത്ത ട്രീറ്റ്മെന്റിലേക്ക്, ടെർഷ്യറി ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഒഴുക്കി വിടുന്നു. ഇപ്പൊ സെക്കൻഡറി ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വരുന്ന എഫ്ലുവന്റ് ആയതുകൊണ്ടാണ് ഇതിനെ സെക്കൻഡറി എഫ്ലുവന്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതിനെ പിന്നീട് അടുത്ത ലെവൽ ഓഫ് ട്രീറ്റ്മെന്റിലേക്ക് പാസ് ചെയ്യിപ്പിക്കും. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ സെറ്റിലായ സ്ലഡ്ജ് ഉണ്ടല്ലോ, സെറ്റിലായ സോളിഡ് വേസ്റ്റ്, അതിൽ നിന്ന് ഒരു കുറച്ച് പോർഷൻ, മൊത്തത്തിൽ എടുക്കത്തില്ല, കുറച്ച് പോർഷൻ മാത്രം തിരിച്ച് നമ്മൾ ഈ എയറേഷൻ ടാങ്കിലേക്ക് തിരിച്ച് റീസർക്കുലേറ്റ് ചെയ്യും. ഇതെന്തിനാണ് ഈ സ്ലഡ്ജിന്റെ കുറച്ച് പോർഷൻ റീസർക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കുവാണെങ്കിൽ, ഈ സെറ്റിലായ സ്ലഡ്ജിൽ മൈക്രോബിയൽ കണ്ടന്റ് ഒരുപാട് കൂടുതലായിരിക്കും. അപ്പം ഇങ്ങനെ റിച്ച് ആയിട്ട് മൈക്രോബിയൽ കണ്ടന്റ് ഉള്ള ഈ സ്ലഡ്ജിന്റെ കുറച്ച് പോർഷൻ നമ്മൾ തിരിച്ച് എയറേഷൻ ടാങ്കിലേക്ക് റീസർക്കുലേറ്റ് ചെയ്യുമ്പോൾ എയറേഷൻ ടാങ്കിലെ ഈ മൈക്രോ ഓർഗാനിസംസിന്റെ ക്വാണ്ടിറ്റി നമുക്കൊന്ന് കൂട്ടാൻ പറ്റും, ഒന്നുകൂടെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഇവിടുത്തെ ഡീകമ്പോസിഷൻ പ്രോസസ്സ് ഒന്നുകൂടെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നു. അപ്പം ഇതുകൊണ്ടാണ് നമ്മൾ കുറച്ച് പോർഷൻ നമ്മൾ തിരിച്ച് റീസർക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ ഇതിനെയാണ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ട്രീറ്റ്മെന്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള സ്ലഡ്ജ്, അതായത് മൈക്രോബിയൽ കണ്ടന്റ് കൂടുതലുള്ള ഈ സ്ലഡ്ജ് തിരിച്ച് റീസർക്കുലേറ്റ് ചെയ്യുന്നു. അപ്പം ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സ് ഏത് സ്റ്റേജ് ഓഫ് ട്രീറ്റ്മെന്റിലാണ് വരുന്നത് എന്ന് ചോദിക്കുവാണെങ്കിൽ ഇറ്റ് ഇസ് ഇൻ ദ സെക്കൻഡറി ട്രീറ്റ്മെന്റ്, അതായത് ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് വരുന്ന സ്റ്റേജിലാണ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സ് നടക്കുന്നത്. ഇനി അടുത്തതാണ് ടെർഷ്യറി ഓർ അഡ്വാൻസ്ഡ് ട്രീറ്റ്മെന്റ് ലെവല്. അപ്പോൾ ഈ ടെർഷ്യറി ട്രീറ്റ്മെന്റിൽ നമ്മൾ കൂടുതലും ഡിസിൻഫെക്ഷൻ ആണ് ചെയ്യുന്നത്. അതായത് ഈ അവസാനം ഇത് നമ്മൾ ഓപ്പൺ എൻവയൺമെന്റിലേക്ക് റിലീസ് ചെയ്യുന്നു അല്ലെങ്കിൽ റീയൂസ് ചെയ്യുന്നതിന് മുന്നേ ഈ വാട്ടറിനെ നമുക്ക് ഡിസിൻഫെക്റ്റ് ചെയ്യണം. ഡിസിൻഫെക്ഷൻ മാത്രമല്ല, ഈ ഇൻഡസ്ട്രിയൽ എഫ്ലുവന്റ് ആയതുകൊണ്ട് തന്നെ അതിൽ ചില സോൾട്ട് കണ്ടന്റ് ഒക്കെ കൂടുതലായിരിക്കും. അപ്പോൾ ഇതെല്ലാം റിമൂവ് ചെയ്യുക എന്നതാണ് ടെർഷ്യറി ട്രീറ്റ്മെന്റിൽ ചെയ്യുന്നത്. The purpose of tertiary treatment is a final cleaning process that improves the wastewater quality before it is reused, recycled or discharged to the environment. ഇനി ഇതിന്റെ മെക്കാനിസം എന്താണ്? It removes remaining inorganic compounds and substances such as nitrogen and phosphorus plus pathogens, bacteria, virus, fungus ഇതേപോലത്തെ പാരസൈറ്റ്സ്, ഡിസീസ് കോസിംഗ് പാത്തജൻസിനെയും റിമൂവ് ചെയ്യുന്നു. ഇനി ഇതിനായിട്ട് യൂസ് ചെയ്യുന്ന ജനറൽ മെത്തേഡ്സ് ഏതൊക്കെയാണ്? ഒന്ന് ആലം ആഡ് ചെയ്യുക എന്നതാണ്.
അപ്പോൾ ആലം നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തിരുന്നു, ഇതൊരു കോയാഗുലൻ്റ് ആണ്. അത് മാത്രമല്ല ഫോസ്ഫറസ് പോലുള്ള കണ്ടന്റ് റിമൂവ് ചെയ്യാനും ആലം ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ആലം നമ്മൾ ടെർഷ്യറി ട്രീറ്റ്മെന്റ് യൂസ് ചെയ്യാറുണ്ട്. ക്ലോറിൻ ആഡ് ചെയ്യാറുണ്ട്, അതായത് ഡിസീസ് കോസിങ് പാത്തജൻസിനെ റിമൂവ് ചെയ്യാനായിട്ട് ക്ലോറിൻ ആഡ് ചെയ്യും. അപ്പോൾ ക്ലോറിൻ നമുക്കറിയാം മുനിസിപ്പൽ വാട്ടർ അല്ലെങ്കിൽ വാട്ടർ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് നമുക്ക് പൈപ്പ് ലൈൻ വഴി സപ്ലൈ ആവുന്ന വാട്ടറിലെല്ലാം ക്ലോറിൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഇൻഡസ്ട്രിയൽ എഫ്ലുവൻറ്റിനെ ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോഴും ടെർഷ്യറി ട്രീറ്റ്മെന്റിൽ ക്ലോറിൻ ആഡ് ചെയ്യാറുണ്ട്. ഇനി ക്ലോറിൻ ആഡ് ചെയ്ത് കഴിഞ്ഞ് എക്സ്ട്രാ ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ എന്തെങ്കിലും റിമൈനിങ് ക്ലോറിൻ കണ്ടന്റ് ഈ വെള്ളത്തിൽ ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാനായിട്ട് സോഡിയം ബൈസൾഫേറ്റ് ആഡ് ചെയ്യും ജസ്റ്റ് ബിഫോർ ഇറ്റ് ഈസ് ഡിസ്ചാർജ്. അപ്പോൾ സോഡിയം ബൈസൾഫേറ്റ് എന്തിനാണ് ആഡ് ചെയ്യുന്നത്? ഈ എക്സസ് ക്ലോറിൻ വെള്ളത്തിലുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു ജനറൽ ആയിട്ട് നമ്മളൊരു എഫ്ലുവൻറ്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് പറയുമ്പോൾ അതിൽ വരുന്ന ഒരു ട്രീറ്റ്മെന്റ് മെക്കാനിസം. ഒരു ഫ്ലോ ചാർട്ടിന്റെ ഫോമിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഈ വേസ്റ്റ് വാട്ടർ ഇൻഫ്ലുവൻറ്റിനെ, അതായത് ട്രീറ്റ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള വേസ്റ്റ് വാട്ടറിനെ നമ്മൾ ആദ്യം പ്രിലിമിനറി ട്രീറ്റ്മെന്റ് ചെയ്യുന്നു. അതിൽ സ്ക്രീൻസ് പോലുള്ള എക്യുപ്മെന്റ്സ് യൂസ് ചെയ്ത് നമ്മൾ ഈ ലാർജ് ആയിട്ടുള്ള സോളിഡ് പാർട്ടിക്കിൾസിനെ എല്ലാം റിമൂവ് ചെയ്യും. അത് കഴിഞ്ഞ് നമുക്ക് പ്രൈമറി ട്രീറ്റ്മെന്റ് ഉണ്ട്. പ്രൈമറി ട്രീറ്റ്മെന്റിൽ ഒരു പ്രൈമറി ക്ലാരിഫയർ, അതായത് ഒരു പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്കിലൊക്കെ നിർത്തി നമ്മൾ ഈ വാട്ടറിനെ സെറ്റിൽ ചെയ്യാൻ സാധ്യതയുള്ള വേസ്റ്റിനെയൊക്കെ സെറ്റിൽ ചെയ്യിപ്പിച്ച് അടുത്ത ലെവൽ ഓഫ് ട്രീറ്റ്മെന്റിലേക്ക് ഈ മുകളിൽ തെളിഞ്ഞ വെള്ളത്തിനെ പാസ് ചെയ്യിപ്പിക്കും. അടുത്ത ലെവൽ ഓഫ് ട്രീറ്റ്മെന്റ് ആണ് നമ്മുടെ എയറേഷൻ ടാങ്ക്, അതായത് ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് നടക്കുന്ന എയറേഷൻ ടാങ്ക്സ്. അപ്പോൾ ഇതിനുള്ളിൽ നമ്മൾ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സ് പോലുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ ട്രിക്ലിംഗ് ഫിൽറ്റർ എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് മെക്കാനിസംസും ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ് എല്ലാം ബയോളജിക്കൽ ട്രീറ്റ്മെന്റിലാണ് വരുന്നത്. അപ്പോൾ ഈ ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ് നമ്മൾ അടുത്ത സെക്കൻഡറി ക്ലാരിഫയർ അല്ലെങ്കിൽ സെക്കൻഡറി സെഡിമെന്റേഷൻ ടാങ്കിലേക്ക് നമ്മൾ ഈ വാട്ടറിനെ മാറ്റുന്നു. അവിടെ നിന്നും കുറച്ച് സ്ലഡ്ജ് നമ്മൾ തിരിച്ച് റീസർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് എയറേഷൻ ടാങ്കിലേക്ക്. അപ്പോൾ അത് പോട്ടെ. ഇപ്പോൾ സെക്കൻഡറി ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് പിന്നീട് വരുന്ന ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞ വെള്ളത്തിനെ നമ്മൾ ടേർഷ്യറി ട്രീറ്റ്മെന്റ് ഓർ അഡ്വാൻസ്ഡ് ട്രീറ്റ്മെന്റിലേക്ക് കടത്തുന്നു. അവിടെ വെച്ചാണ് ഡിസിൻഫെക്ഷൻ, അതേപോലെ എക്സസ് സോൾട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മുടെ ഈ ഫൈനൽ എഫ്ലുവൻറ്റിനെ, അതായത് ട്രീറ്റ്മെന്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞ വെള്ളത്തിനെ ഒന്നുകിൽ നമ്മൾ എൻവയൺമെന്റിലേക്ക് റിലീസ് ചെയ്യും, സ്ട്രീംസിലേക്കോ അല്ലെങ്കിൽ ലാൻഡിലേക്കോ ഒക്കെ ഒഴുക്കി വിടുന്നു, അല്ലെങ്കിൽ നമ്മളിത് റീയൂസ് ചെയ്യുന്നു ഇൻഡസ്ട്രീസ് തന്നെ. ഇനി ഈ സെക്കൻഡറി ക്ലാരിഫയറിലും പ്രൈമറി ക്ലാരിഫയറിലും സെറ്റിലായ ഈ സ്ലഡ്ജിനെ പിന്നീട് എന്താണ് ചെയ്യുന്നത്? ഈ സ്ലഡ്ജിനെ പിന്നീട് നമ്മൾ സ്ലഡ്ജ് ഡ്രൈയിങ് ബെഡ്സിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. സ്ലഡ്ജ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നു. ഈ സെറ്റിലായ സോളിഡ് വേസ്റ്റിനെ പിന്നീട് നമ്മൾ ഡ്രൈ ചെയ്തെടുക്കും. അതിലെ വാട്ടർ അംശം എല്ലാം കളഞ്ഞിട്ട് നമ്മൾ അതിനെ ഡിസ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്ലഡ്ജ് ട്രീറ്റ്മെന്റിലേക്ക് അത് പിന്നീട് പോകുന്നു. അപ്പോൾ മൊത്തത്തിൽ നമ്മളൊരു എഫ്ലുവൻറ്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് പറയുമ്പോൾ ഇത്രയും പ്രോസസ്സാണ് ഇതിൽ നടക്കുന്നത്. അപ്പോൾ ഇനി ഈ ട്രീറ്റ്മെന്റ് എഫ്ലുവൻറ്റ് ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടെക്നിക്കൽ ടേംസ് കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ആദ്യത്തേതാണ് ഈക്വലൈസേഷൻ ടാങ്ക്. അപ്പോൾ എന്താണ് ഈക്വലൈസേഷൻ ടാങ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ നമ്മൾ ഈ ട്രീറ്റ്മെന്റ് ചെയ്യാൻ നേരം ഈ നമുക്ക് കിട്ടുന്ന വേസ്റ്റ് വാട്ടർ പല വെറൈറ്റിയിലുള്ളതായിരിക്കും, അതായത് ടെമ്പറേച്ചർ പലതായിരിക്കും, pH പലതായിരിക്കും. അപ്പം ഇങ്ങനെ ഓരോ പ്രാവശ്യവും നമ്മൾ ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉള്ള വാട്ടറിനെ, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഉള്ള വാട്ടറിനെ നമ്മൾ ഈ ട്രീറ്റ്മെന്റ് പ്ലാന്റ്സിലേക്ക് കടത്തി വിടുമ്പോൾ അത് ഷോക്ക് ലോഡിങ്ങിന് കാരണമാകും. ഷോക്ക് ലോഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പല സമയത്തും പല വെറൈറ്റി ഉള്ള പ്രോപ്പർട്ടീസ് ഉള്ള വെള്ളത്തിനെ കൊണ്ട് നമ്മൾ ട്രീറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ അത് ഡിവൈസസിന്, നമ്മുടെ ട്രീറ്റ്മെന്റ് പ്ലാന്റ്സിന് തന്നെ അത് ഡാമേജ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ട്രീറ്റ്മെന്റിന്റെ ഒരു പർട്ടിക്കുലർ സ്റ്റേജ് എത്തുമ്പോഴേക്കും നമ്മൾ ഈ വെള്ളത്തിനെല്ലാം ഒരുമിച്ച് ഒരു ഈക്വലൈസേഷൻ ടാങ്കിൽ കെട്ടി നിർത്തും. പലപ്പോഴും ഇത് സ്ക്രീനിങ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ പ്രൈമറി ട്രീറ്റ്മെന്റ് തുടങ്ങുന്ന സമയത്തായിരിക്കും നമ്മളിങ്ങനെ ഒരു ഈക്വലൈസേഷൻ ടാങ്കിൽ ഈ പല സോഴ്സിൽ നിന്നും വന്ന ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടറിനെ നമ്മൾ ഒരുമിച്ച് കളക്ട് ചെയ്ത് നിർത്തുന്നത്. അപ്പോൾ ഒരു 8 to 12 hours വരെയൊക്കെ ഇതിങ്ങനെ ഒരു ടാങ്കിൽ കെട്ടി നിർത്തും. അപ്പോൾ ഇങ്ങനെ നിർത്തുന്ന സമയത്ത് ഈ പല pH കണ്ടന്റ് അല്ലെങ്കിൽ പല ടെമ്പറേച്ചർ വേരിയേഷനുള്ള വാട്ടർ എല്ലാം കൂടെ ശരിക്കും മിക്സ് ആവുകയും എല്ലാം ഒരു യൂണിഫോം റേറ്റിലേക്ക് മാറുകയും ചെയ്യും. യൂണിഫോം pH, യൂണിഫോം ടെമ്പറേച്ചർ, അങ്ങനെ യൂണിഫോം കോമ്പോസിഷൻ, അങ്ങനെ എല്ലാം യൂണിഫോം ആക്കിയതിന് ശേഷമാണ് നമ്മൾ പിന്നീട് ട്രീറ്റ്മെന്റിലേക്ക് ഒഴുക്കി വിടുന്നത്. അപ്പം അങ്ങനെ വരുന്നതുകൊണ്ട് ഷോക്ക് ലോഡിങ് നമുക്ക് ഈ ട്രീറ്റ്മെന്റ് പ്ലാന്റ്സിന്റെ അല്ലെങ്കിൽ ഡിവൈസസിന്റെ ഷോക്ക് ലോഡിങ് നമുക്ക് തടയാൻ പറ്റും. ഈക്വലൈസേഷൻ ടാങ്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിക്കുവാണെങ്കിൽ ഇതിന് വേണ്ടിയിട്ടാണ്, ഷോക്ക് ലോഡിങ് തടയാൻ വേണ്ടിയിട്ട്. അത് തന്നെയല്ല, വേസ്റ്റ് വാട്ടറിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം യൂണിഫോം ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈക്വലൈസേഷൻ ടാങ്ക്സ് യൂസ് ചെയ്യുന്നത്. The effluents do not have similar concentrations at all time. The pH will vary from time to time. Effluents are stored from 8 to 12 hours in the equalization tank, resulting in a homogeneous mixing of effluents and helping in neutralization. It eliminates shock loading on the subsequent treatment system.
ഇനി മറ്റൊരു ടേം ഇവിടെ അറിഞ്ഞിരിക്കേണ്ടതാണ് ക്ലാരി ഫ്ലോക്കുലേറ്റർ. അപ്പം നേരത്തെ നമ്മൾ ഫ്ലോക്കുലേഷൻ, കോയാഗുലേഷൻ എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അതായത് നമ്മുടെ പ്രൈമറി ട്രീറ്റ്മെന്റ്സിൽ നമ്മൾ കുറച്ച് കെമിക്കൽസ്, കോയാഗുലൻസ് ആഡ് ചെയ്ത് ഈ വാട്ടറിനകത്തുള്ള സസ്പെൻഡഡ് സോളിഡ് മാറ്ററിനെ എല്ലാം നമ്മൾ ഒരുമിച്ച് ഫ്ലോക്സ് ഫോം ചെയ്യുന്നു, പിന്നീട് അത് സെറ്റിൽ ആകുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടാങ്കാണ് ഈ ക്ലാരി ഫ്ലോക്കുലേറ്റർ. ഇൻ ദ ക്ലാരി ഫ്ലോക്കുലേറ്റർ വാട്ടർ ഇസ് സർക്കുലേറ്റഡ് കണ്ടിന്യൂസ്ലി ബൈ ദ സ്റ്റിറർ. അപ്പം നമ്മൾ ചില കെമിക്കൽസ് ആഡ് ചെയ്തിട്ട് വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കും, വളരെ സ്ലോ സ്പീഡിൽ. അപ്പം ഇങ്ങനെ സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രോപ്പറായിട്ട് ഈ കെമിക്കൽസും വാട്ടറും തമ്മിൽ മിക്സ് ആവുകയും ഫ്ലോക്സ് ഫോം ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. The solid particles are settled down and collected separately and dried. This reduces the settleable solids and total suspended solids. അപ്പോൾ സെറ്റിൽ ചെയ്യാൻ ചാൻസ് ഉള്ള സോളിഡ്സിനെയും സസ്പെൻഡഡ് ആയിട്ടുള്ള സോളിഡ്സിനെയും റിമൂവ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു. Flocculation provides slow mixing that leads to the formation of macro flocks. അതായത് വലിയ സൈസുള്ള ഫ്ലോക്ക് എന്ന് വിളിക്കുന്ന പാർട്ടിക്കിൾസ് ആയിട്ട് ഈ ചെറിയ പാർട്ടിക്കിൾസ് എല്ലാം കൂടെ ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്നു. അത് പിന്നീട് സെറ്റിൽ ആവുകയും ചെയ്യും. സെറ്റിലിംഗ് ഇൻ ദ ക്ലാരിഫയർ സോൺ. ഈ ക്ലാരി ഫ്ലോക്കുലേറ്ററിന് ഈ വേസ്റ്റിനെ സെറ്റിൽ ചെയ്യിപ്പിക്കാനുള്ള ഒരു സോണുണ്ട്. മുകളിൽ തെളിഞ്ഞ വെള്ളത്തിന് ഒഴുക്കി വിടാൻ വേറൊരു പോർഷനും ഉണ്ട്. The settled solids, that is primary sludge, are pumped into sludge drying beds. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു ഈ സെറ്റിൽ ആവുന്ന സോളിഡ് സ്ലഡ്ജിനെ എല്ലാം പിന്നീട് നമ്മൾ ഡ്രൈ ചെയ്തെടുക്കുന്നു. അപ്പം അതാണ് ഇവിടെ പറയുന്നത്. ക്ലാരി ഫ്ലോക്കുലേറ്ററിൽ സെറ്റിൽ ആവുന്ന സ്ലഡ്ജിനെ പിന്നീട് ഡ്രൈയിങ്ങിനായിട്ട് സ്ലഡ്ജ് ഡ്രൈയിങ് ബെഡ്സിലേക്ക് പാസ് ചെയ്യിപ്പിക്കുന്നു. ഇനി മറ്റൊരു ഇവിടുത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷൻ അല്ലെങ്കിൽ പാർട്ട് ഓഫ് ദ ട്രീറ്റ്മെന്റ് ആണ് എയറേഷൻ ടാങ്ക്സ്. ഇപ്പോൾ എയറേഷൻ ടാങ്ക്സ് നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തായിരുന്നു, നമ്മൾ പറഞ്ഞായിരുന്നു വാട്ടറിലെ എയർ കണ്ടന്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് നമ്മൾ എയർ ഇതിൽ കൂടെ പാസ് ചെയ്യിപ്പിക്കും. അപ്പോൾ ഈ ഓക്സിജൻ കണ്ടന്റ് ഒക്കെ കൂടുമ്പോൾ മൈക്രോ ഓർഗാനിസംസിന്റെ ഗ്രോത്ത് ഫ്ലറിഷ് ആവുകയും അത് ഈ പെട്ടെന്ന് ഈ ഓർഗാനിക് മാറ്ററിനെയൊക്കെ ഡീകമ്പോസ് ചെയ്യുകയും ചെയ്യുന്നു. അത് മാത്രമല്ല ഈ എഫ്ലുവൻറ്റ് വാട്ടറിലുള്ള അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യേണ്ട വെള്ളത്തിലുള്ള ഓർഡറിനെയൊക്കെ റിമൂവ് ചെയ്യാൻ എയറേഷൻ ഹെൽപ്പ് ചെയ്യും. വാട്ടർ ഇസ് പാസ് ലൈക്ക് എ തിൻ ഫിലിം ഓവർ ഡിഫറെൻറ്റ് അറേഞ്ച്മെന്റ്സ് ലൈക്ക് സ്റ്റെയർകേസ് ഷേപ്പ്. അതായത് കാസ്കേഡ് എയറേറ്റേഴ്സ് എന്നൊക്കെ പറയും. ഒന്നുകിൽ നമുക്ക് ഈ നമ്മൾ ഈ അക്വേറിയത്തിലൊക്കെ കാണുന്ന കൂട്ട് ഡിഫ്യൂസേഴ്സ് യൂസ് ചെയ്ത് എയർ വെള്ളത്തിനുള്ളിലേക്ക് നമുക്ക് ബബിൾ ചെയ്ത് പമ്പ് ചെയ്ത് വിടാം. അല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോലുള്ള കാസ്കേഡ് എയറേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ ഒരു തിൻ ഫിലിം ആയിട്ട് നമുക്ക് വാട്ടറിനെ ഒഴുക്കി വിടുവാണെങ്കിൽ അതിങ്ങനെ ഓരോ സ്റ്റെപ്പിൽ കൂടെ തട്ടി തട്ടി താഴെ വീഴുമ്പോൾ എയറുമായിട്ട് മിക്സ് ആവുകയും അങ്ങനെ എയറേഷൻ സംഭവിക്കുകയും ചെയ്യുന്നു. ഇനി ഈ എയറേഷൻ ടാങ്ക്സിൽ ഡോസിങ് ഓഫ് യൂറിയ ആൻഡ് ഡൈ അമോണിയം ഫോസ്ഫേറ്റ് ഇസ് ഡൺ. DAP is diammonium phosphate. ഇപ്പോൾ എയറേഷൻ ടാങ്ക്സിൽ യൂറിയയും ഈ DAP ഡൈ അമോണിയം ഫോസ്ഫേറ്റും ആഡ് ചെയ്യും. ഇതെന്തിനാന്ന് വെച്ചാൽ ഈ ടാങ്ക്സിനുള്ളിൽ വെള്ളത്തിനുള്ളിലുള്ള ഈ ഓർഗാനിക് മാറ്ററിന് ന്യൂട്രിയൻ്റ് ആണ് ഈ യൂറിയയും DAP. അപ്പോൾ ഈ ഓർഗാനിക് മാറ്ററിൻ്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. Water gets direct contact with the air to dissolve the oxygen into water. BOD and COD values of water is reduced up to 90%. ഇപ്പോൾ എയറേഷൻ കാരണം ഈ മൈക്രോ ഓർഗാനിസംസിൻ്റെ ഗ്രോത്ത് ഫ്ലറിഷ് ആവുന്നു. അങ്ങനെ ഈ ഓർഗാനിക് മാറ്ററിനെ കൂടുതലും ഡീകമ്പോസ് ചെയ്ത് വാട്ടറിൻ്റെ BOD ആൻഡ് COD വാല്യൂസ് 90% വരെ കുറയ്ക്കാൻ പറ്റും. ഇതിനാണ് എയറേഷൻ ടാങ്ക്സ് യൂസ് ചെയ്യുന്നത്. ഇനി അവസാനത്തേത് എന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി സ്ലഡ്ജ് ഡ്രൈയിങ് ബെഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതുപോലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സോളിഡ് വേസ്റ്റിനെ അതിനെ കേക്ക് ഫോമിലേക്ക് മാറ്റും. അതായത് ഈ പ്രസ്സിങ് മെഷീൻസ് ഉണ്ട്, അതിൽ വെച്ച് പ്രസ് ചെയ്ത് അതിലെ വെള്ളം മൊത്തത്തിൽ തന്നെ മാറ്റിയിട്ട് റിമൂവ് ചെയ്തിട്ട് അത് ഈ സ്ലഡ്ജിനെ നമ്മൾ എയർ ഡ്രൈയിങ്ങിനായിട്ട് വിടുന്നു. അങ്ങനെ ഇതാണ് ഈ സ്ലഡ്ജ് ഡ്രൈയിങ് ബെഡ്. അപ്പം ഇങ്ങനെ ഡ്രൈ ചെയ്തതിന് ശേഷം ഈ വേസ്റ്റ് ഒന്നെങ്കിൽ സേഫ് ആണ്, എൻവയൺമെന്റിലേക്ക് ഡിസ്പോസ് ചെയ്യാൻ സേഫ് ആണെങ്കിൽ ഡിസ്പോസ് ചെയ്യും, അല്ലെങ്കിൽ ഇത് നമ്മൾ കുറച്ച് ഡെപ്തിലേക്ക്, എർത്തിനുള്ളിൽ നല്ല ഡെപ്തിലേക്ക് നമ്മൾ ഇത് കുഴിച്ചിടുവാണ് ചെയ്യുന്നത് ഈ സോളിഡ് വേസ്റ്റ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബേസിക് ആയിട്ടൊരു എഫ്ലുവൻറ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ വരുന്ന ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്സ്. അപ്പോൾ ഇനിയും ഓരോ ടൈപ്പ് ഇൻഡസ്ട്രിക്കും നമുക്ക് സ്പെസിഫിക്കലി സിലബസിൽ പറഞ്ഞിരിക്കുന്നത് ടെക്സ്റ്റൈൽ, പെട്രോ കെമിക്കൽ ആൻഡ് ഇലക്ട്രോപ്ലേറ്റിംഗ് ആണ്. അപ്പോൾ ഈ ഇൻഡസ്ട്രീസിൽ വരുന്ന ട്രീറ്റ്മെൻറ്റ്സിനെ കുറിച്ചൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ബേസിക് ആയിട്ട് വരുന്നത് ഇത്രയാണ്. അപ്പോൾ ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ ബാക്കി നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഓരോ ഇൻഡസ്ട്രിയിൽ എടുത്ത് പറയുമ്പോൾ ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ വരത്തുള്ളൂ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ബാക്കി ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് പരീക്ഷ 2024 ഒക്ടോബർ 30. ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ സ്മാർട്ട് പ്രിപ്പയർ ചെയ്യുന്നതിനായി ടെക്നിക്കൽ പരീക്ഷാ രംഗത്തെ സക്സസ്ഫുൾ ട്രാക്ക് റെക്കോർഡുള്ള ടെക് PSC അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. മുൻ വർഷങ്ങളിലെ വിജയികളെ സമ്മാനിച്ച കേരളത്തിലെ ഏറ്റവും മികച്ചതും
പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന ക്ലാസുകൾ. ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും എക്സാം തീയതി വരെയും നിങ്ങൾക്ക് ലഭ്യമാകും. സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് അതർ സ്റ്റഡി മെറ്റീരിയൽസ്. 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ. 20ഓളം മോക്ക് ടെസ്റ്റുകൾ വിത്ത് ഫീഡ്ബാക്ക്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 100K സ്പെഷ്യൽ ഓഫറായ 20% ഡിസ്കൗണ്ട് ഉൾപ്പെടെ വെറും 3999 എന്ന നിസ്സാരമായ പ്രൈസിൽ. അപ്പോൾ ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.